കർത്താവിന്റെ തന്നെ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹിതന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തുള്ള എല്ലാ മലയാളികളും വളരെ ദുഃഖിതരായി കഴിയുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ. വയനാടിൽ ഏതാണ്ട് 320 പരം പേര് ലോകത്തുനിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു. അനവധി പേര് മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരും ലോകത്തു നിന്ന് പെട്ടെന്ന് വേർപെട്ട വാർത്തകൾ നമ്മളെ ദുഃഖിതരാക്കുന്നുണ്ട്. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. ഇന്ന് ഞാൻ കേട്ട ഒരു വാർത്ത, ഒരു മകളെ പഠിക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. അവളുടെ പിതാവ്, മാതാവ്, അവളുടെ സഹോദരൻ 3 പേരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, മണ്ണിനടിയിൽ അകപ്പെട്ടു. ആ വീട് നിശേഷം തകർന്നുപോയി. ആ കുഞ്ഞിന് തിരിച്ചു വരുമ്പോൾ അവളെ യാത്ര അയച്ച പിതാവിനെയോ മാതാവിനെയോ സഹോദരനെയോ കാണുവാൻ കഴിയില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ പലവിധമായ ദുഃഖത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നാളെ എന്തായി തീരുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ നാളെ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് അടുത്ത സെക്കൻഡ്, അടുത്ത നിമിഷം എന്തായി തീരുമെന്ന് നമുക്കാർക്കും അറിയാത്ത ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊന്നും അഹങ്കരിക്കുവാനൊന്നുമില്ല. ഒന്നിന്റെ പേരിലും, സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നിന്റെ പേരിലും നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. കാരണം ഇതെല്ലാം നഷ്ടമാകുവാൻ ഒരു സെക്കൻഡ് മാത്രം മതി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേർപാടുകളാണ്, അനുഭവങ്ങളാണ്, സംഭവങ്ങളാണ് ലോകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് സ്വല്പമെങ്കിലും ആശ്വാസമുള്ളത്. കാരണം നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ദൈവം ശക്തിയോടെ സംസാരിക്കുന്ന ദൈവമാണ്. ദൈവശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, ദൈവശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ആ ദൈവശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ആ ദൈവശബ്ദം അഗ്നിജ്വാലകളെ ചിതറിപ്പിക്കുന്നു. അത് മരുഭൂമിയെ നടുക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനത്തിന്റെ തോലുരിക്കുന്നു. 21 സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് ദൈവശബ്ദത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ദൈവശബ്ദമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്, ദൈവശബ്ദമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ആശ്വസിപ്പിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്. എല്ലാം ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദത്തിന്റെ കീഴിലായിരിക്കാൻ കർത്താവ് ഒരിക്കൽ കൂടെ ഒരവസരം കൂടെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാട്ടുകാരൻ പാടുന്നത്, മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. ഒരു നിമിഷം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഈ പാട്ടുകാരന്റെ വരികൾ ഇങ്ങനെയാണ്: താഴ്മയായിടണം നമ്മുടെ സിംഹാസനം, യാഗമായിടണം അല്ലെങ്കിൽ ത്യാഗമായിടണം നമ്മുടെ സമ്പാദ്യവും. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം പങ്കിടുവാനുള്ള അവസരങ്ങളാക്കി മാറ്റുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയോട് അടുത്ത് ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരായി, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറുവാൻ
ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. 2 Kings chapter 5 verse 1 to 3. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ആ 1-ാം ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി ഞാൻ വേദഭാഗം വായിക്കാം. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മാന്യനും മഹാനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അനവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കാരണം ദൈവത്തിന്റെ വചനം നാം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തോട് സംസാരിക്കണം. നമ്മുടെ ജീവിതത്തെ അത് വിവേചിക്കണം, കാലഘട്ടത്തെ വിവേചിക്കണം, ലോകത്തെ വിവേചിക്കണം, ആത്മീയ അനുഭവങ്ങളെ വിവേചിക്കണം. നാം വെറുതെ വേദപുസ്തകം വായിക്കുവാൻ വേണ്ടിയല്ല. വചനം നമ്മളെ വായിക്കണം, നമ്മുടെ ജീവിതത്തെ വായിക്കണം. എങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെട്ടൊരു രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. ഇന്നത്തെ ചിന്ത രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. അവിടെ കൊടുത്തിരിക്കുകയാണ്: അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം അരാം സൈന്യത്തിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന് അനവധി ജയങ്ങൾ ലഭിച്ചതുകൊണ്ട് അരാം രാജ്യത്തെ രാജാവ് ഈ പരാക്രമശാലിയായ നയമാനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയാണ് എങ്കിലും എന്നുള്ള പദമാണ്. എങ്കിലും അവൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. ഈ എങ്കിലും എന്ന പദത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും പരാക്രമശാലി, എങ്കിലും ആള് കുഷ്ഠരോഗിയാണ്. ഇത് വായിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വന്നു. 1998 എന്റെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന് ഞാൻ പോയി. കൊല്ലത്താണ്. ഒരു ഹൈന്ദവ ഒരു വലിയ പൗരാണിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ ഒരു സ്നേഹിതൻ, അവൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതേ പ്രൗഢിയിലും പശ്ചാത്തലത്തിലുമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വിവാഹം കഴിച്ചത്. 2 പേരും എഞ്ചിനീയർമാരാണ്. കൊല്ലത്താണ് അവരുടെ വീട്. ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തു. വളരെ ആർഭാടമായിട്ട് നടന്ന ഒരു വിവാഹം. വളരെ സൗന്ദര്യമുള്ള, വളരെ ധനസമ്പാദ്യമുള്ള ഒരു ഭവനത്തിൽ 2 ഭവനങ്ങളിലെ 2 പേർ ഒരുമിക്കുകയാണ്. ആ വിവാഹം അത്ര ആർഭാടമായിരുന്നു. കുതിരയൊക്കെ അലങ്കരിച്ച് കുതിരപ്പുറത്തൊക്കെ കയറിയാണ് അവർ ആ വിവാഹത്തിന് വന്നത്. ആ ഫംഗ്ഷനൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. കണ്ടവരെല്ലാം പറഞ്ഞു, നല്ല കുടുംബം, ചേർച്ചയുള്ള കുടുംബം, നല്ല വിദ്യാഭ്യാസമുള്ള 2 പേര്, നല്ല 2 കുടുംബ പശ്ചാത്തലമുള്ള 2 പേര്, നല്ല ജോലിയുള്ള 2 പേര്. അങ്ങനെ വളരെ മനോഹരമായി ആർഭാടമായി ആ വിവാഹം നടന്നു. എല്ലാവരും അവരെ പ്രശംസിച്ച് സംസാരിച്ചു. ഞാനും അതിൽ പങ്കെടുത്ത ഒരാളാണ്. പിന്നീട് ഒരു വർഷമായി, ആ ഒരു വർഷത്തിൽ വിവാഹ വാർഷികവും അവർ വളരെ ലാവിഷായിട്ട്, വളരെ ആർഭാടമായിട്ട് അവരത് കൊണ്ടാടി. അവര് കൊല്ലം പട്ടണത്തിൽ തന്നെ ഒരു ഓഫീസ് തുടങ്ങി. അനവധി കെട്ടിടങ്ങൾ അവർ പണിതു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അവർ സിവിൽ എഞ്ചിനീയർമാരായതുകൊണ്ട് അവർ പണിതു കൊടുത്തു. അങ്ങനെ എല്ലാ നിലകളിലും നല്ല വാഹനങ്ങൾ ഓടിച്ച് അവർ ഒരു വർഷമായിട്ട് അവർ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുന്നത് ആ ദേശത്തുള്ള എല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരു വർഷമായി വിവാഹ വാർഷികം വളരെ ആർഭാടമായിട്ട് അവര് ആഘോഷിച്ചു. അതിൽ ആ ദേശത്തുള്ള വലിയ പൗരപ്രമുഖന്മാരെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. അന്നും അവർ പറഞ്ഞു, നല്ല കുടുംബം, നല്ല സമ്പാദ്യമുള്ള കുടുംബം, നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബം, നല്ല ജോലിയുള്ള കുടുംബം, മിടുക്കന്മാരായ അവർ 2 പേർ. അവരെ കുറിച്ച് എല്ലാവരും വർണ്ണിക്കാൻ തുടങ്ങി. നല്ലത് എല്ലാവരും പറയാൻ തുടങ്ങി. വിവാഹ വാർഷികത്തിന്റെ അന്ന് രാത്രിയിൽ അവര് കൊല്ലത്തുള്ള ഒരു വലിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചു. കൊല്ലം പട്ടണത്തിലുള്ളവർ തന്നെയാണെങ്കിലും അവർ അന്ന് ഒരു ഹോട്ടലിലാണ്, ആ വിവാഹ വാർഷികം നടന്ന ഹോട്ടലിൽ തന്നെ ഒരു മുറി എടുത്തിട്ട് അവർ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഹോട്ടലിലെ റൂം പോയി വന്ന് ഡോറിൽ മുട്ടി. പക്ഷേ അവര് തുറന്നില്ല. സ്വല്പം നേരോടെ കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് വീണ്ടും മുട്ടിയപ്പോഴും തുറന്നില്ല. ഉടൻ തന്നെ റിസപ്ഷനിൽ അറിയിച്ചു. ഓടുന്ന ആള് വന്നു, മുട്ടി നോക്കിയിട്ട് തുറന്നില്ല. അവസാനം പോലീസിനെ വിളിച്ച് തുറന്നപ്പോൾ 2 പേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. വിഷം കഴിച്ച് 2 പേരും, ആ യൗവനക്കാർ 2 പേരും ആത്മഹത്യ ചെയ്തതായിട്ട് അവിടെ കാണുവാൻ കഴിഞ്ഞു. പിന്നീട് അത് വലിയ വാർത്തയായി.
ആ ആഴ്ചയിലുള്ള സൺഡേ സപ്ലിമെന്റിൽ മലയാള മനോരമ പത്രത്തിന്റെ ഒരു പേജ് മുഴുവൻ അവരെ കുറിച്ചായിട്ട് നമ്മുടെ ഫോട്ടോ സഹിതം അവരെ കുറിച്ച് വലിയ ഒരു പേജിൽ മുഴുവൻ അവരെ കുറിച്ച് എഴുതി, അവരുടെ സവിശേഷതകളെല്ലാം എഴുതിയിട്ട് അവസാനം കൊടുത്തത് എങ്ങനെയാണ്? എങ്കിലും എന്ന് പറഞ്ഞൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എങ്കിലും എന്താ സംഭവിച്ചെന്ന് അവർക്കറിയില്ല, എഴുത്തുകാരൻ അറിയത്തില്ല, പത്രപ്രവർത്തകൻ അറിയില്ല എന്താണ് സംഭവിച്ചത്. എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം. കണ്ടവരും കേട്ടവരും എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളായിരുന്നു, ഒന്നിനും ഒരു കുറവും അവർക്കില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഒത്തിരി ആഭരണങ്ങൾ അവരണിഞ്ഞിരുന്നു, വലിയ ആർഭാടകരമായ എല്ലാ അനുഭവങ്ങളും അവർക്കുണ്ടായിരുന്നു. കടബാധ്യതകളൊന്നും അവർക്കില്ല. എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തെന്ന് ആർക്കും അറിയില്ല, അന്നും അറിയില്ല, എന്നും അറിയില്ല. ആ പത്രപ്രവർത്തകൻ അവസാനം എഴുതി അവസാനിപ്പിച്ചത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. അവസാനം ഇങ്ങനെയാണ് എഴുതുന്നത്: എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും ആൻസർ ഇല്ല. എന്നാൽ ഇന്ന് ഈ ദിവസം ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്തരം പറയാൻ പോകുക. പല വിഷയങ്ങളിലും എങ്കിലും എന്ന് പറഞ്ഞ് ലോകം ക്വസ്റ്റ്യൻ മാർക്കിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയുന്ന ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണ്. ഏത് ചോദ്യത്തിന്റെയും ഉത്തരം വിശുദ്ധ വേദ പുസ്തകമാണ്. അങ്ങനെയാണ് ഈ മെസ്സേജ് എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. അന്ന് എനിക്ക് കിട്ടിയ മെസ്സേജാണിത്. ഞാനും ചിന്തിച്ചു, ഞാനും ആ ന്യൂസ് വായിച്ച ശേഷം ഞാനും ചിന്തിച്ചു, എനിക്കറിയാവുന്നവരാണ് അവർക്കൊന്നിനും ഒരു കുറവില്ലായിരുന്നു, അവർ സന്തോഷമുള്ളവരായിരുന്നു. ആ സന്തോഷം വെളിപ്പെടുത്തി അവർ ജീവിച്ചവരാണ്. കൊല്ലം പട്ടണത്തിൽ അവർ വാഹനത്തിൽ അങ്ങനെ ഓടിച്ചു നടന്നവരാണ്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷെ എന്തുകൊണ്ട് എങ്കിലും എന്ന ചോദ്യം എന്റെയും ഉള്ളിൽ വന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തന്ന ഉത്തരമാണ് ഈ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കാണുന്ന ആ ഉത്തരത്തിൽ വെളിപ്പെടുന്നത്. ഇവിടെയും അതാണ് സംഭവിച്ചത്. ഒരു രാജ്യം മുഴുവൻ രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ്. ഈ നയമാൻ എന്ന് പറയുന്ന ഈ സേനാധിപതിയെ ആ രാജ്യം ബഹുമാനിച്ചതാണ്. ഇവൻ മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ രാജാവ് ഒരു മനുഷ്യനെ ഈ ബഹുമതികൾ കൊടുത്ത്, ഈ പേര് കൊടുത്ത് ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രാജ്യത്തിലുള്ള എല്ലാവരും അവനെ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് സ്റ്റേജിൽ ചെന്നാലും അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് ലഭിക്കും. കാര്യം ആ രാജ്യത്തെ രാജാവ് ബഹുമാനിച്ച ഒരു മനുഷ്യനാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം അരാമിന് ജയം നൽകിയത് കൊണ്ട്, ജയം കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ആ രാജ്യത്തെ രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. മഹാനും മാന്യനുമായി എണ്ണി. എന്താ കാര്യം? അവനൊരു പരാക്രമശാലിയാ. അവനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നേടിയേ മടങ്ങി വരത്തുള്ളൂ. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ അച്ചായൻ തീരുമാനിച്ചാൽ അത് നടത്തിയേ അച്ചാൻ മടങ്ങി വരത്തുള്ളൂ എന്നൊക്കെ നമ്മൾ സാധാരണ ചിലർ നോക്കിയൊക്കെ പറയാറുണ്ട്. അച്ഛനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അച്ഛൻ അത് കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ആ രാജ്യത്തെ രാജാവ് പറയാണ്, ഇവനെ ഏൽപ്പിച്ചാൽ, ഇവൻ യുദ്ധം നയിച്ചാൽ ജയമാണ്, ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് തന്ത്രശാലിയാണ്, പരാക്രമശാലിയാണ്. പക്ഷേ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയാണ്. എങ്കിലും കുഷ്ഠരോഗിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് ഈ ദിവസം സംസാരിക്കുകയാണ്. പലപ്പോഴും ഇങ്ങനെ ഒരു എങ്കിലും പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം ഉണ്ട്, എല്ലാവരും മാനിക്കപ്പെടുന്നയാളാണ്, കാണാൻ തക്ക എല്ലാ കാര്യങ്ങളും ഉണ്ട്, എങ്കിലും ചില കാര്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. ഞാനിവിടെ വായിച്ചപ്പോൾ എങ്കിലും എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് അന്വേഷിച്ചു. ഇവിടെ മാത്രമല്ല, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിനകത്തും ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഗിലെയാദ്യനായ യിഫ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനായിരുന്നു. അവിടെയും കൊടുത്തിരിക്കുകയാണ്, യിഫ്താഹ് എന്ന് പറയുന്നയാൾ പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനായിരുന്നു. കണ്ടോ? ആള് പരാക്രമശാലിയാ, പക്ഷേ അകത്തോട്ട് ഇറങ്ങിച്ചെന്നാൽ ആളൊരു വേശ്യാപുത്രനാ. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യതയില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലമാണ് ഈ മനുഷ്യനുള്ളതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിലും ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 5-ാം വാക്യം വരെ ഇസ്രായേലിനെ കുറിച്ച്, മരുഭൂമിയിലെ സഭയെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്.
10-ാം അധ്യായം 1-ാം വാക്യം മുതൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും, പദം ശ്രദ്ധിച്ചോ, എങ്കിലും അവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംഗതിയൊക്കെ കൊള്ളാം. സ്നാനമേറ്റവരാണ്, മരുഭൂമിയിലെ സഭയാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ്. ഒത്തിരി അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം നിറവടിയായി ചെയ്തു കൊടുത്തവരാണ്. എങ്കിലും അവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ അവസാനിപ്പിച്ചു എന്ന കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അവിടെയും ഒരു എങ്കിലും എന്നുള്ള വിഷയമുണ്ട്. അവിടെ മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും എങ്കിലും നീ മരിച്ചവനാകുന്നു. ശ്രദ്ധിക്കണേ, സഭയോട് പറയുകയാ. നമുക്ക് പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ മരുഭൂമിയിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടേതല്ലെന്നുള്ള നമുക്ക് പറയാം. എന്നാൽ പുതിയ നിയമ സഭയെ കുറിച്ച് പറയുക, സഭയെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പറയുക, സർവീസിലെ സഭയെ കുറിച്ച് പറയുക. ആരാ പറയുന്നത്? യോഹന്നാൻ അല്ല പറയുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ, ശവമാ, ഡെഡ് ബോഡിയാ, ജീവനില്ലാത്തവനാ. കണ്ടോ? എങ്കിലും ആ പദം ആവർത്തിച്ച് വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് സംസാരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എങ്കിലും ഉണ്ടെങ്കിൽ എവിടെയോ പ്രശ്നമുണ്ട്, പരിഹരിക്കേണ്ടതായ പ്രശ്നമുണ്ട്. ആദ്യത്തെ ഭാഗം ഈ വായിച്ചിടത്ത് എല്ലായിടത്തും നല്ലതായിരുന്നു. നയവാൻ, മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ്. അവിടെ കൊണ്ട് അവസാനിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇഫ്താഹ് പരാക്രമശാലിയാണ്, നല്ലതായിരുന്നു അവിടെ കൊണ്ട് അവസാനിച്ചായിരുന്നെങ്കിൽ. മരുഭൂമിയിലെ സഭ നല്ലതായിരുന്നു, ഒരേ ആത്മീയഹാരം കഴിച്ചു, ഒരേ ആത്മീയപാനീയം കുടിച്ചു, എല്ലാവരും അതേ പാറയിൽ നിന്ന് കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരെല്ലാവരും ആ മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു. നല്ലതായിരുന്നു അവിടെ അവസാനിച്ചായിരുന്നെങ്കിൽ. പക്ഷെ അവിടെ അവസാനിച്ചില്ല. ഒരെങ്കിലും അപ്പുറത്ത് പ്രശ്നമാണ്. ജീവനുള്ളവന്റെ പേരുണ്ട്, നല്ലതായിരുന്നു അവിടെ അവസാനിച്ചായിരുന്നെങ്കിൽ. പക്ഷെ അവിടെ അവസാനിച്ചില്ല. എങ്കിലും അപ്പുറത്ത് ഒരു നെഗറ്റീവ് വശമുണ്ട്. എന്താണ്? പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയാണ്, പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനാണ്. ക്രിസ്തുവിലൂടെയാണ് രക്ഷ പ്രാപിച്ചത്. പക്ഷേ മരുഭൂമിയിൽ പട്ടുപോയി, മരുഭൂമിയിൽ അവസാനിച്ചു. ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെട്ടു. ജീവനുള്ളവൻ പേരുണ്ട്, പക്ഷേ മരിച്ചവനാണ്. എങ്കിലും മരിച്ചവനാണ്. എന്നെ കേൾക്കുന്ന ഈ മക്കളെ, പെന്തക്കോസ്തിനകത്തും ദൈവസഭയ്ക്കകത്തും ആത്മീയ ലോകത്തുമെല്ലാം ഈ എങ്കിലും വന്നു കയറി. ആരാധനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗങ്ങൾ ഒത്തിരിയുണ്ട്. എങ്കിലും എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ലേ? അതോ എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വചനം വായിക്കുമ്പോഴൊക്കെ ആ വചനം എന്നെ വായിക്കാറുണ്ട്. ആ വചനം എന്നെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കേണ്ടതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആത്മീയ ലോകത്തെ കുറിച്ചുള്ള കാഴ്ചകൾ കാണുമ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് സത്യമായി വരാറുമുണ്ട്. അല്ലെങ്കിൽ എന്നെ നമ്മൾ റെഡിയാകേണ്ടതായിരുന്നു, ലോകത്തെ നേടേണ്ടതായിരുന്നു. ദൈവവചനമൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ വെളിപ്പെടുന്നില്ല.
ദൈവവചനത്തെ വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല, സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല, ശരിയേതാ തെറ്റേതാന്ന് ബോധ്യമാകുന്നില്ല നമുക്ക്. സത്യമല്ലേ? കഴിഞ്ഞ ഒരു കോൺഫറൻസിൽ ആദ്യത്തെ ദിവസങ്ങളിൽ മനോഹരമായി ദൈവത്തിന്റെ വചനം കേട്ടു. ജനമെല്ലാം കൈയടിക്കുന്നത് ഞാൻ കണ്ടു. സന്തോഷമായി. ഉപദേശം പറയുമ്പോൾ കൈയടിക്കുന്ന ജനം, ആർപ്പോടുകൂടി അത് സ്വീകരിക്കുന്ന ജനം. പക്ഷേ ആ ഉപദേശം കൈയടിച്ച് സ്വീകരിച്ച ജനം തൊട്ടടുത്ത ദിവസം ഉപദേശ വിരുദ്ധമായ കാര്യങ്ങൾ സ്റ്റേജിൽ നടന്നപ്പോൾ അതിന്റെ മുൻപിൽ പോയി നിന്ന് കൈയടിച്ച് സ്വീകരിക്കുന്നവരെ ഞാൻ കണ്ടു. രണ്ടും ഒരേ ആൾക്കാർ, വ്യത്യാസമൊന്നുമില്ല. തലേ ദിവസം ഉപദേശത്തിന് കൈയടിച്ചതും അവർ തന്നെ, പിറ്റേന്ന് ദുരുപദേശത്തിനും കൈയടിച്ചതും സ്വീകരിച്ചതും വീഴുന്നവരെ താങ്ങാൻ പോയവരും അവർ തന്നെ. വ്യത്യാസം എവിടെയാ? ഒരു വ്യത്യാസവുമില്ല. നാളെയും ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും എന്തേ ഇവരിങ്ങനെ? ഈ വചനം എടുക്കേണ്ട കാര്യം തന്നെ ആ ഒരു രംഗം ഞാൻ കണ്ടതുകൊണ്ടാണ്. എന്തേ കഴിഞ്ഞ ദിവസം കൈയടിച്ചവർ എങ്കിലും എന്തേ ഇന്നിവർ ദുരുപദേശത്തിന് കീഴടങ്ങി? എന്തേ എങ്കിലും? നാളെയും ഇത് തന്നെ സംഭവിക്കും. കാര്യം എന്താ? വചനമില്ലാത്ത വിഡ്ഢികളായി മാറിക്കൊണ്ടിരിക്കുന്നു ദൈവജനം. പ്രസംഗം ഒത്തിരി കേട്ട് 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 ഏതാ സത്യവചനമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ എല്ലാറ്റിനും കൈയടിക്കുന്ന കയ്യടി തൊഴിലാളികളായി, എല്ലാം കൈനീട്ട് സ്വീകരിക്കുന്ന വിഡ്ഢികളായി മാറിക്കൊണ്ടിരിക്കുന്നു ആത്മീയ ലോകം. അതിന്റെ നടുവിലാണ് ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയാൻ എനിക്ക് തന്നത്. ഇവിടെ ഈ മനുഷ്യനെ നിങ്ങൾ നോക്കിയിട്ട് മറച്ചു പിടിച്ച് നടക്കുകയാ. വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ അരാം രാജാവ് ഈ സൈന്യാധിപൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയാ. ആ ദേശം ഇവൻ മുഖാന്തരം വലിയ വിജയങ്ങൾ നേടുകയാണ്. അതുകൊണ്ട് ആ രാജാവ് പ്രസ്താവിച്ചു, ഇനി ഇവനെ എല്ലാവരും മഹാനും മാന്യനുമായി കാണണം. ഈ ദേശത്തെ ഏറ്റവും വലിയ മഹാൻ ആരാണെന്ന് ചോദിച്ചാൽ, മാന്യനാരാണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനാണ്. നയമാനെന്നാണ് അവന്റെ പേര്. ആ ഒരു പരാക്രമശാലിയാണ്. ഏത് യുദ്ധവും ജയിക്കും. എല്ലായിടത്തും അവന് മാന്യത കിട്ടുകയാണ്. എല്ലായിടത്തും സ്വീകരണം കിട്ടുകയാണ്. എല്ലായിടത്തും മുഖ്യസ്ഥാനം കിട്ടുകയാണ്. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ട്. ഇവൻ കുഷ്ഠരോഗിയാണ്. ഇവന്റെ ദേഹത്ത് വടുക്കളുണ്ട്, വ്രണങ്ങളുണ്ട്. ഇതവൻ പുറത്തു കാണിക്കാതെ നടക്കുകയാണ്. പുറത്തു കാണിച്ചാൽ പ്രശ്നമാണ്. മഹാനെന്ന് പറഞ്ഞവർ ഇവനെ പുച്ഛിക്കും. ഇവൻ മാന്യനാണെന്ന് പറഞ്ഞ് സ്വീകരിച്ച് പ്രധാന സ്ഥലത്ത് ഇരുത്തിയവർ ഇവനെ നിഷ്കരണം ആട്ടി ഓടിക്കും. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. കുഷ്ഠരോഗം അശുദ്ധിയുടെ ലക്ഷണമാണ്. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-ാം വാക്യത്തിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കുഷ്ഠരോഗിയെ എങ്ങനെ സ്വീകരിക്കണമെന്ന്, അവൻ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന്. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-ാം വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: വടുക്കളുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ മേൽചുണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് അശുദ്ധൻ അശുദ്ധനെന്ന് സ്വയം വിളിച്ചു പറയണം, അവന് രോഗമുള്ള കാലം മുഴുവൻ അവൻ അശുദ്ധനായിരിക്കണം, അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധിയുടെ ലക്ഷണമായ ഈ കുഷ്ഠരോഗം, ഈ വടുക്കൾ, ഈ വ്രണങ്ങൾ ഉള്ളവൻ സമൂഹത്തിന്റെ നടുവിൽ പാർപ്പാൻ കഴിയില്ല. ഒരാളും അവനെ അംഗീകരിക്കില്ല. അവൻ കടന്നു പോകുന്നിടത്ത് ഒരിക്കലും വായടച്ചു പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. ഞാൻ അശുദ്ധനാണ്, അശുദ്ധനാണ് എന്നവൻ പറഞ്ഞ് മറ്റുള്ളവരിൽ നകന്നു മാറി നടക്കണം. ഒരു സമൂഹത്തിന്റെ പ്രധാന ഇടങ്ങളിൽ അവന് വരാൻ പറ്റില്ല. അവൻ പാളയത്തിന് പുറത്തായിരിക്കണം അവന്റെ താമസം. ഇങ്ങനെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റിവച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കുഷ്ഠരോഗികൾ. അശുദ്ധിയുടെ ലക്ഷണമാണത്. പുസ്തകം അതിനെ വിഭജിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ മനുഷ്യൻ ഇത് വെളിപ്പെടുത്താതെ ജീവിക്കുകയാണ്. ഇവന്റെ ശരീരത്തുള്ള ഈ കുഷ്ഠരോഗത്തിന്റെ വടുക്കൾ മറ്റുള്ളവർ കാണാതിരിക്കത്തക്കവണ്ണം ഇവൻ അതിനു മുകളിൽ പടച്ചട്ടയിട്ട് ഇപ്പോഴും രാജാവ് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന മഹാന്റെ പദവിയിൽ, മാന്യന്റെ പദവിയിൽ, പരാക്രമശാലി എന്ന പട്ടത്തിൽ എല്ലായിടത്തും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവന് ഒരു ഭയമുണ്ടകത്ത്. എന്റെ ഈ കുഷ്ഠം, എന്റെ ഈ വടുക്കൾ മറ്റുള്ളവർ കണ്ടാൽ അന്ന് തീരും, അന്ന് തീരും ഈ സ്ഥാനമാനങ്ങൾ, അന്ന് തീരും ഈ പദവികൾ, അന്ന് തീരും ഈ മാന്യതകൾ, ഈ പ്രശംസകൾ അന്ന് തീരും.
എല്ലാവരും എന്നെ ആട്ടി പാളയത്തിന് പുറത്തേക്ക് ഓടിക്കും. അതുകൊണ്ട് എത്രയും മറച്ചു പിടിക്കാമോ അത്രയും മറച്ചു പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളെ നമുക്കറിയാം. ഒത്തിരി ആളുകൾ ഇങ്ങനെ സമൂഹത്തിന്റെ നടുവിൽ മാന്യത നടിച്ചു നടക്കുന്നുണ്ട്, പദവികൾ സ്വീകരിച്ച് ഏറ്റുവാങ്ങി നടക്കുന്നുണ്ട്, പലതും മറച്ചു പിടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എന്നാൽ ഇവന്റെ ജീവിതത്തിൽ എല്ലായിടത്തും സന്തോഷത്തിന്റെ മുഖം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഇവൻ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. വീട്ടിൽ വന്ന് ആരും അറിയാതെ ഈ കുപ്പായം അടിച്ച് അവൻ കണ്ണാടിയുടെ മുകളിൽ നിന്ന് നോക്കും. ആ വടുക്കൾ പടരുന്നുണ്ടോ? ഇത് പടരുന്ന രോഗമാണ്, ഇത് പകർന്നു പിടിക്കുന്ന രോഗമാണ്. ഇതവന്റെ ശരീരത്തിൽ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവന്റെ മുഖം മാറും, അവന്റെ വേദന അവന്റെ മുഖത്ത് വരും. ആരുമില്ലാത്ത സമയത്ത് ഭവനത്തിനകത്ത് കയറി നോക്കിയിട്ട് അവന്റെ ആ വടുക്കളെ നോക്കിക്കൊണ്ട്, ആ വ്രണങ്ങളെ നോക്കിക്കൊണ്ട് അവൻ വല്ലാതെ വേദനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഇങ്ങനെയാ പലരും, സമൂഹത്തിൽ പലരും ഇങ്ങനെയാണ്. പുറത്ത് ഭയങ്കര സന്തോഷമാണ്, സഭയിൽ ഭയങ്കര സന്തോഷമാണ്, സമൂഹത്തിൽ ഭയങ്കര സന്തോഷമാണ്, മറ്റുള്ളവർ മുമ്പിൽ ചിരിച്ച മുഖത്തോട് ഞാൻ നടക്കും. എന്നാൽ വീട്ടിനകത്തേക്ക് വരുമ്പോൾ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവർ അറിയാതെ മറച്ചുവെച്ച പല കാര്യങ്ങളും അകത്തുനിന്ന് തികട്ടി വരുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഭവനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, സ്വയമായി സന്തോഷിക്കാൻ കഴിയില്ല. ഇങ്ങനെ എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയാമോ? കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, സമൂഹത്തിന് മുമ്പിൽ, സഭയുടെ മുൻപിൽ, സാക്ഷികളുടെ മുൻപിലൊക്കെ വലിയ ആഹ്ലാദമാണ്, ആഘോഷമാണ്. എന്നാൽ ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ, സ്വന്തം ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, മറച്ചു പിടിച്ചത് പലതും സ്വയം വെളിപ്പെടുത്ത് മുൻപിൽ നിൽക്കുന്നത് കാണുമ്പോൾ വേദനിക്കുകയാണ്. നയമാനെ പോലെ അവനവന്റെ ഭാര്യയ്ക്കും അറിയാം. പക്ഷെ ഇത് പുറത്തു പറഞ്ഞാൽ അന്ന് തീരും മഹാൻ, അന്ന് തീരും മാന്യൻ, അന്ന് തീരും പരാക്രമശാലി, അന്ന് തീരും സേനയിലുള്ള സ്ഥാനം, മാന്യതകളെല്ലാം അന്ന് തീരും. അതുകൊണ്ട് മറച്ചു പിടിച്ച് പോവുക. പക്ഷെ ഇത് കഴുത്തിന് മുകളിലേക്ക് വരിക, മുഖത്തേക്ക് പടരുകയാണ്. ഏതു സമയത്തും ഇത് പടർന്ന് മുഖത്തേക്ക് കയറും, മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിപ്പെടും. അന്ന് തീരും. ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് മുറിക്കകത്ത് വീടിനകത്ത് കയറി ദുഃഖിക്കുകയാണ്. ഒത്തിരി പേരെ എനിക്ക് അങ്ങനെ അറിയാം. സമൂഹത്തിൽ ഒന്നും കാണിക്കാതെ എല്ലായിടത്തും അവരുണ്ട്, എല്ലാ ആഘോഷങ്ങളിലും അവരുണ്ട്. പക്ഷെ വീട്ടിനകത്ത് സന്തോഷിക്കാൻ കഴിയില്ല. അതിനുള്ള ഒന്നും അവരുടെ വീട്ടിലില്ല. തലമുറയുമായിട്ട് സന്തോഷിക്കാനില്ല, കുടുംബവുമായിട്ട് സന്തോഷിക്കാനില്ല, ഒന്നും സന്തോഷിക്കാൻ വീട്ടിനകത്തില്ല. എല്ലാം ഉണ്ട് എങ്കിലും, പുറത്തെല്ലാ സന്തോഷവും ഉണ്ട്, എല്ലാ ആഘോഷങ്ങളിലും ഉണ്ട് എങ്കിലും വീട്ടിനകത്ത് സന്തോഷമില്ല. ഈ മനുഷ്യൻ അങ്ങനെയാണ്. ഇത് പരിഹരിക്കാൻ പല മാർഗങ്ങൾ, പല ഇടങ്ങളിൽ അവൻ പോയി എന്നാ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിൽ അവൻ പോയി, പല വൈദ്യന്മാരിൽ അവൻ ആശ്രയിച്ചു രഹസ്യമായിട്ട്. അവനെ കൊണ്ടുപോയ രഥമോടിക്കുന്ന മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ യജമാനന് കുഷ്ഠരോഗമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ രഥത്തിൽ നിന്ന് അവൻ ഇറങ്ങി ഓടിയനെ. കാരണം ഇത് പടരുന്ന രോഗമാണ്, പകരുന്ന രോഗമാണ്, ഇത് അശുദ്ധിയുടെ രോഗമാണ്, ലക്ഷണമാണ്. അതുകൊണ്ട് ഇറങ്ങി ഓടിവൻ മറ്റുള്ളവരോട് പറഞ്ഞേനെ. അതുകൊണ്ട് അവനെ പോലും മറച്ചു വെച്ചുകൊണ്ട് പല വൈദ്യന്മാരുടെ അടുക്കലും പോയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇസ്രായേലിൽ നടിമയായി ഇവന്റെ പരാക്രമം കൊണ്ട് പിടിച്ചുകൊണ്ട് വന്ന ഒരു കൊച്ചു പെൺകുഞ്ഞ്, ഇസ്രായേലിലുള്ള ഒരു പെൺകുഞ്ഞ്, അവളുടെ വീട്ടിൽ അവളുടെ യജമാനത്തിക്ക്, നയമാന്റെ ഭാര്യയ്ക്ക് വേല ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചു പെൺകുഞ്ഞിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം യജമാനന്റെ ജീവിതത്തിലുണ്ട്. യജമാനൻ പുറത്തു പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, യജമാനൻ എല്ലായിടത്തും ഭയങ്കര സ്വീകരണമാണ്, യജമാനൻ മഹാനാണ്, മാന്യനാണ്, പരാക്രമശാലിയാണ്. പക്ഷെ യജമാനൻ വീട്ടിനകത്ത് വരുമ്പോൾ യജമാനന്റെ മുഖത്തൊരു സന്തോഷവുമില്ല, യജമാനത്തിയുടെ മുഖത്തൊരു സന്തോഷവുമില്ല. അവർ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കുന്നു എന്തോ, അവർ രഹസ്യമായി കരയുന്നു, അവർ വേദനിക്കുന്നു. ഇത് മനസ്സിലാക്കിയ കൊച്ച് അന്വേഷിച്ച് കണ്ടെത്തി എന്റെ യജമാനന് കുഷ്ഠരോഗമാണ്. അവൾ ഒരു യഥാർത്ഥ ഇസ്രായേലിലെ പെൺകുട്ടിയായിരുന്നു. നമ്മുടെ പെൺകൊച്ചുങ്ങളും വല്ലതും ആയിരുന്നെങ്കിൽ, കാരണം അടിമയായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ വേലക്കാരിയായിട്ട് നിർത്തിയിരിക്കുക.
സ്വന്തം നാട്ടിൽ നിന്ന് അടിമയായിട്ട് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അല്ലെ ആരാധന നഷ്ടപ്പെടുത്തി ഇപ്പൊ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അടിമയായിട്ട് വെച്ചിരിക്കുക. കിട്ടിയ അവസരമായിരുന്നു. ഓടി മറ്റുള്ളവരെ അറിയിച്ച് നാണം കെടുത്തി ഈ യജമാനന്റെ അവന്റെ ശരീരത്തിലെ വ്രണങ്ങൾ വെളിപ്പെടുത്തി, കുഷ്ഠരോഗം വെളിപ്പെടുത്തി അവനെ പാളയത്തിന് പുറത്തേക്ക് ഓടിപ്പിക്കുവാൻ ഇവള് മുൻകൈ എടുത്തേനെ, ഇന്നത്തെ പെൺകൊച്ചുങ്ങളായിരുന്നെങ്കിൽ. എന്നാൽ അവൾ അങ്ങനെയല്ല. എനിക്ക് ആ പെൺകൊച്ചിനെ വലിയ ബഹുമാനമാണ്. ആ പെൺകൊച്ച് ഈ കാര്യം അറിഞ്ഞപ്പോൾ, എന്റെ യജമാനന് കുഷ്ഠരോഗമാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ യജമാനത്തെ രഹസ്യമായി വിളിച്ചിട്ട് പറഞ്ഞു, യജമാനത്തി, സംഗതി എനിക്ക് അറിയാം, യജമാനന്റെയും യജമാനത്തിയുടെയും ദുഃഖം എനിക്കറിയാം, ഇതിനൊരു പരിഹാരം എനിക്കറിയാം. ഞാൻ ആയിരുന്ന സ്ഥലത്ത് ശമറിയയിൽ ഒരു പ്രവാചകനുണ്ട്. അവന്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ, എന്റെ യജമാനൻ അവന്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ ഈ കുഷ്ഠരോഗം മാറും. ഉറപ്പോടുകൂടി അവൾ പറഞ്ഞു, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗമല്ല, ഒരു സത്വാർത്തയാണ്, വിടുതലിനെ കുറിച്ചുള്ള വാർത്തയാണ്. ആവശ്യമുള്ളവന് അറിഞ്ഞു കൊടുക്കുന്ന നല്ല വാർത്തയാണ്, നല്ല ദൂതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതൊരു കോൺഫറൻസ് പ്രസംഗമല്ല, അതൊരു കൺവെൻഷൻ പ്രസംഗമല്ല. അത് ആവശ്യത്തോടെ വരുന്നവന് ഏറ്റവും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നതാണ്, നല്ലൊരു ദൂത് കൊടുക്കുന്നതാണ്. അവന്റെ ആവശ്യം അറിഞ്ഞ് അവന്റെ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുന്ന ഒരു ശബ്ദമായി മാറുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവള് പറഞ്ഞതാ, യജമാനന്റെ ആവശ്യം എനിക്കറിയാം, യജമാനന്റെ ദുഃഖം മാറാനുള്ള ഒരു മാർഗം എനിക്കറിയാം, അതിനുള്ള ഒരു ദൂത് എനിക്കറിയാം. യജമാനത്തി, ശമറിയയിൽ എന്റെ നാട്ടിൽ എന്നെ പിടിച്ചുകൊണ്ടുവന്ന എന്റെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട്. അവന്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ ഈ കുഷ്ഠരോഗം എന്നേക്കുമായിട്ട് മാറും. പുറത്തു മാത്രമല്ല, അകത്തും സന്തോഷിക്കുവാനുള്ള അവസരമുണ്ടാകും. എങ്കിലും എന്നുള്ള വാക്ക് അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗം, പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുക. എന്നെ കേൾക്കുന്ന ദൈവമേ, ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ഭവനത്തിൽ വ്യക്തികൾക്ക് ഈ എങ്കിലും എന്ന വിഷയമുണ്ടെങ്കിൽ, പുറത്തു സന്തോഷിക്കാൻ അകത്ത് സന്തോഷിക്കാൻ കഴിയാത്ത അവസരമുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ആ കൊച്ചു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ചെറിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ, ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ പലരും എന്നെ അപമാനിക്കും, അത് വിഷയമല്ല. ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കും അവസരമുണ്ട്. അകത്ത് സന്തോഷിക്കാനും പുറത്ത് സന്തോഷിക്കാനും ഒരുപോലെ സന്തോഷിക്കുവാനുള്ള അവസരം. യേശുവിന്റെ അടുക്കിലേക്ക് വരിക, അവന്റെ അടുക്കൽ പരിഹാരമുണ്ട്. ഈ പെൺകൊച്ച് കാര്യം അവരോട് പറഞ്ഞു, യജമാനത്തിയോട് പറഞ്ഞു. യജമാനത്തി പതുക്കെ യജമാന്റെ അടുക്കൽ ചെന്നു. യജമാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നമ്മുടെ ഈ വീട്ടിലെ പെൺകൊച്ച് എവിടുന്ന് വന്നവളാന്ന് അറിയാമല്ലോ, അവൾ ആരാധനക്കാരിയാണ്. അവൾ ഇവിടെ വന്നിട്ട് പോലും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളാണ്, സാക്ഷ്യമുള്ളവളാണ്. അവൾ ഒരു കാര്യം പറഞ്ഞു, സംഗതി അവൾ അറിഞ്ഞു, പക്ഷെ അവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അവൾ എന്നെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവളുടെ നാട്ടിൽ ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുക്കൽ നീ ചെന്നാൽ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകും, ഈ കുഷ്ഠരോഗം മാറും. അവള് പറഞ്ഞത് യജമാനത്തെ വിശ്വസിക്കാൻ കാരണം അവളുടെ ജീവിത സാക്ഷ്യമാണ്. അവൾ ആരാണെന്ന് യജമാനത്തിക്ക് നല്ലതുപോലെ അറിയാം. ആ വീട്ടിൽ അവൾ എങ്ങനെയായിരിക്കുന്നു എന്ന് യജമാനത്തിക്ക് നല്ലതുപോലെ അറിയാം. അവൾ വെറും വാക്ക് പറയുന്നവളല്ല എന്ന് യജമാനത്തിക്ക് അറിയാം. എന്നെ കേൾക്കും ദൈവത്തിലെ, നമ്മൾ എല്ലാത്തിനും വർത്തമാനം പറയുന്നവരായാൽ നമ്മുടെ വാക്കിന് വിലയില്ലാതാകും. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നവരായതുകൊണ്ടാണ് നമ്മുടെ സംസാരം പലപ്പോഴും പലരും ഏറ്റെടുക്കാതിരിക്കുന്നത്. സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുക, അതാണ് നാവിന് കടിഞ്ഞാണിടണം. സംസാരിക്കേണ്ട വിഷയം മാത്രം സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിഷയം, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ, അവർ ഏറ്റെടുക്കത്തുള്ളൂ. ഇവിടെ ഈ കുഞ്ഞു പറഞ്ഞത്, ഈ പെൺകൊച്ചു പറഞ്ഞത്, യജമാനോട് പറഞ്ഞു. യജമാൻ അത് ഏറ്റെടുത്തു. അവന് മനസ്സിലായി അവൾ പറയുന്നത് സംഗതിയിൽ സത്യമുണ്ട്, കാര്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ രഥം ഒരുക്കി അല്ലെങ്കിൽ ഒത്തിരി സമ്പാദ്യങ്ങളുമായിട്ട്, എന്ന് പറഞ്ഞാൽ ഈ വിടുതൽ പ്രാപിച്ചാൽ അവന് കൊടുക്കുവാനുള്ള ഒത്തിരി സമ്പാദ്യങ്ങളും എടുത്തുകൊണ്ട് 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്തു പുറപ്പെട്ടു എന്നാണ് പ്രവാചകന് കാഴ്ച. കാരണം പോയിടത്തെല്ലാം വൈദ്യന്മാർക്ക് ഒത്തിരി കാശ് കൊടുത്തിട്ടുണ്ട്, കാര്യം നടന്നില്ലെങ്കിലും ഒത്തിരി ചെലവാക്കിയിട്ടുണ്ട്. ഇവരും വിചാരിച്ചത് അങ്ങനെയാണ്. ഈ പ്രവാചകന്റെ അടുക്കൽ ചെന്ന പ്രവാചകൻ വിടുതൽ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം പ്രവാചകന് കൊടുക്കണം. എടുത്ത സാധനങ്ങളാണ് 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് അവൻ പുറപ്പെട്ടു.
ആർക്ക് കൊടുക്കാനാ? പ്രവാചകന് കൊടുക്കാൻ. വിടുതലിന് വേണ്ടി പണം കൊടുത്ത് വിടുതൽ എടുക്കാൻ വേണ്ടി. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, പണം കൊടുത്താണല്ലോ വിടുതൽ. ഒരു പള്ളിയിൽ പോയാൽ കുർബാനയ്ക്ക് പൈസ കൊടുക്കണം, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഏത് ദേവാലയത്തിൽ പോയാലും കാര്യസാധ്യത്തിന് പൈസ കൊടുക്കണം. അങ്ങനെയാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. അതേ വിചാരത്തിൽ ഇവൻ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുവാൻ ഈ പറഞ്ഞതെല്ലാം എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഇവൻ വരുന്നത് അറിഞ്ഞിട്ട് പ്രവാചകൻ തന്റെ ദാസനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, മഹാനും മാന്യനും പരാക്രമശാലിയായ ഒരാൾ വരുന്നുണ്ട്, പക്ഷെ അവൻ കുഷ്ഠരോഗിയാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ വാതിൽക്കൽ ഇറങ്ങി നിൽക്കണം. അവൻ വന്ന് രഥത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവനോട് പറയണം, നീ തിരിച്ചു പോകുന്ന വഴിയിൽ നീ വന്നപ്പോൾ കണ്ടൊരു യോർദാൻ ഉണ്ടല്ലോ, കലങ്ങി മറിയുന്ന ഒരു യോർദാൻ. ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം ഒന്ന് മുങ്ങിപ്പൊങ്ങണം, നിന്റെ കുഷ്ഠരോഗം മാറും. ഇതങ്ങ് പറഞ്ഞു വിട്ടേക്കണം. എന്നാൽ നയമാൻ പ്രതീക്ഷയോടുകൂടെ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നയമാൻ സാധാരണക്കാരനല്ല, വരുന്നത് രഥത്തിലാണ്, രാജാവിന്റെ രഥത്തിലാണ്, രാജകീയ രഥത്തിലാണ് വരുന്നത്. രാജാവ് കൊടുത്ത മഹാനും മാന്യനും ആ പദവിയിലുള്ള രഥത്തിലാണ് വരുന്നത്. ആ വസ്ത്രമൊക്കെ അണിഞ്ഞാണ് വരുന്നത്. ഞാൻ വരുമ്പോൾ ഈ പ്രവാചകൻ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിക്കും. എന്നെ കൂട്ടിക്കൊണ്ടുപോയി അകത്തെ മുറിയിൽ കയറ്റി എന്റെ ദേഹത്ത് കൈവച്ചോ കൈവെക്കാതെയോ ഈ കുഷ്ഠരോഗത്തിന്റെ ആ ശക്തിയെ ശാസിക്കും, ആട്ടും. എന്ന് പറയുമ്പോൾ അത് മാറും, ഞാൻ സൗഖ്യമാകും. ആരും അറിയാതെ കാര്യം നടന്ന് രഥത്തിൽ കൊണ്ടുവന്ന രഥം ഓടിക്കുന്നവൻ പോലും അറിയാതെ എന്റെ വിഷയത്തിന് പരിഹാരമുണ്ടായി ഞാൻ അങ്ങ് പോകും. ഈ സമ്പാദ്യങ്ങൾ കൊടുത്ത്, ഈ സമ്മാനങ്ങൾ കൊടുത്ത് ഞാൻ അങ്ങ് പോകും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൻ രഥത്തിൽ വരുന്നത്. ഞാൻ വരും, എന്നെ അവൻ ഇറങ്ങി വന്ന്, പ്രവാചകൻ ഇറങ്ങി വന്ന് സ്വീകരിക്കും, അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് എന്റെ ശരീരത്തിലുള്ള ആ ശത്രുവിനെ ശാസിച്ച് ആട്ടിക്കളഞ്ഞ് എന്നെ സൗഖ്യമാക്കി ഞാൻ ഈ സമ്മാനങ്ങൾ അവന് കൊടുക്കും. അവൻ അത് വാങ്ങിക്കും, എന്നെ അനുഗ്രഹിച്ച് എന്നെ അയക്കും. എത്ര മനോഹരമായ സ്വപ്നം! ഇങ്ങനെ വരുമ്പോഴാണ്, വാതിൽക്കൽ വന്ന് വണ്ടി നിന്നപ്പോഴാണ് പ്രവാചകൻ വന്ന് പറഞ്ഞത്, എന്റെ യജമാനൻ പ്രവാചകൻ പറഞ്ഞു, നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. നീ മടങ്ങിപ്പോകുന്ന വഴിയിൽ യോർദാനിലേക്ക് ഇറങ്ങി 7 പ്രാവശ്യം അവിടെ മുങ്ങിപ്പൊങ്ങണം, അപ്പോൾ നിനക്ക് സൗഖ്യം വരും. ഇപ്പോഴാണ് സംഗതി എന്താണെന്ന് ഈ രഥം ഓടിക്കുന്നവന് മനസ്സിലായത്. അയ്യോ, ഞാൻ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഈ നയമാൻ എന്ന് പറയുന്ന ഈ മഹാനും മാന്യനും പരാക്രമശാലിയായ ഈ മനുഷ്യനെ കൊണ്ടു നടന്നതെല്ലാം ഇവൻ കുഷ്ഠരോഗം വെച്ചുകൊണ്ടാണ് എന്ന് ഇവന് മനസ്സിലായി. എന്നിട്ടും ഇവനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലായി. ഇപ്പോഴതിന് പരിഹാരം നാണ്ട പ്രവാചകന്റെ ശിഷ്യൻ പറയുന്നു, തിരിച്ചു പോകുമ്പോൾ യോർദാനിൽ ഇറങ്ങി മുങ്ങിയാൽ മതി 7 പ്രാവശ്യം. ഇത് കേട്ടപ്പോൾ നയമാന് ഭയങ്കര ദേഷ്യം വന്നു, ക്രോധം വന്നു എന്നാ പറഞ്ഞത്. ക്രോധം വന്നു. നമുക്കും അങ്ങനെയാ. ഈ ചെയ്യേണ്ട കാര്യം ചെയ്യണമെന്ന് ദൈവദാസന്മാരാരെങ്കിലും പറഞ്ഞാൽ നമുക്കും ഇതുപോലെ ക്രോധം വരും, കോപം വരും. ഇതാണോ പ്രസംഗം? ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്? ഇത് അറിഞ്ഞുകൊണ്ട് പറയല്ലേ? എന്നോട് വല്ലതും പറയണമെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞാൽ പോരെ? വചനത്തിൽ കൂടി ഇങ്ങനെ കുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്ന ചില അഭ്യന്തരന്മാരെ കണ്ടിട്ടില്ലേ? ബോധമില്ലാത്തവന്മാരാ. എടാ, ക്രോധം വന്നാൽ, നീ ക്രോധം വന്ന് തിരിച്ചു പോയാൽ നഷ്ടം നിനക്കാ. പ്രവാചകൻ എന്ത് നഷ്ടപ്പെടാനാ? പ്രസംഗകനായ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? ഒന്നും നഷ്ടപ്പെടാനില്ല. ഇവന് ക്രോധം വന്നു, ഇവന് ദേഷ്യം വന്നു. കാരണം ഇവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു ദേശത്തെ ഒരു പ്രവാചകനാണ്. ഇവൻ അതിനേക്കാൾ വലിയ ഒരാളാണ്. എന്നെ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല, അങ്ങോട്ട് പോകുമ്പോ ആ യോർദാനിൽ ഇറങ്ങി മുങ്ങാൻ പറയുക, 7 പ്രാവശ്യം മുങ്ങാൻ പറയുക. നിസ്സാരമായ എന്താ കലങ്ങി മറിയുന്ന യോർദാനിൽ മുങ്ങുക? ശാസിച്ചില്ല, ആട്ടിയില്ല, തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല, അനുസരിച്ചാ മതി എന്നാ പറയുന്നത്. യോർദാനിൽ ഇറങ്ങി മുങ്ങിയാ മതി എന്നാ. ക്രോധം വന്നു, വല്ലാത്ത ദേഷ്യം വന്നു. തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആ രഥമോടിക്കുന്ന മനുഷ്യൻ യജമാനെ നോക്കിയിട്ട് പറഞ്ഞു, യജമാനെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു നിന്റെ രോഗം എന്താണ്, നിനക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഞാൻ നിന്നെ കൊണ്ട് പോയത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പലയിടങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ നീ പലതും അവർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും സാധിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത്, അതുകൊണ്ടാണല്ലോ പിന്നെയും പലയിടത്തും നമ്മൾ പോയത്. അവർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്തിട്ട് ഒന്നും സാധിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഈ പ്രവാചകൻ പറഞ്ഞത്,
നിസ്സാരമായ കാര്യമല്ലേ? അങ്ങോട്ട് പോകുന്ന പോക്കിൽ നമ്മൾ കണ്ട കലങ്ങി മറിയുന്ന യോർദാനിൽ 7 പ്രാവശ്യം ഒന്ന് ഇറങ്ങി മുങ്ങിയാൽ മതി എന്നല്ലേ പറഞ്ഞത്? അതൊന്നും അനുസരിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുകൊണ്ടോ എന്ന് ആ ഇച്ചിരിയെങ്കിലും ബുദ്ധിയും ബോധവുമുള്ള ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഇവന് ബോധം വന്നു. ചിലപ്പോഴിങ്ങനെ ഈ ബോധം വരണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കണം, കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടായി ഈ ക്രോധം മാറി ബോധം വരണമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ? ഇത് ഇവൻ പറഞ്ഞു കൊടുത്തപ്പോ അവന് ബോധം വന്നു. അവൻ പറഞ്ഞു ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ ദേഷ്യം വരാനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ യോർദാനിൽ ഇറങ്ങി മുങ്ങണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? ഈ മറച്ചു പിടിക്കുന്ന കുപ്പായം എല്ലാം ഊരണം. കുപ്പായം ഊരിയിട്ട് യോർദാനിലേക്ക് ഇറങ്ങിയാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കാണും, തന്റെ ശരീരത്തിലെ വെടുക്കൾ കാണും, മറ്റുള്ളവർക്ക് മനസ്സിലാകും. എന്നും മറച്ചു പിടിച്ചുകൊണ്ട് ജയം നേടാനാണ് നമ്മുടെ ആഗ്രഹം. അനുസരണമൊന്നും വേണ്ട, കാര്യം സാധിക്കണം. ഇത് നമ്മുടെ ഒരു ചിന്തയാ. പെന്തക്കോസ്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത ഇതാണ്, എന്റെ കാര്യം സാധിച്ചാൽ മതി, വചനമൊന്നും അനുസരിക്കുന്നു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. തിരിയാനൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മാനസാന്തരപ്പെടാൻ അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യം നേടണം. നിങ്ങൾ പാസ്റ്റർ പ്രാർത്ഥിക്കുക, പൈസ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി കള്ളപ്രവാചകന്മാരും പാസ്റ്റർമാരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ സമ്പത്ത് കൂടുന്ന പാസ്റ്റർമാരെ കണ്ടാൽ അവൻ യേശുവിനെ വിറ്റെന്നർത്ഥം. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം ആവർത്തി പറയാം. ഒരു പാസ്റ്റർക്ക് സമ്പത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ യേശുവിനെ വിറ്റു, വചനം വിറ്റു. കാരണം യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുന്ന ഒരാളാണെങ്കിൽ അവൻ ഉള്ളതോടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ലഗേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ലഗേജ് കൂടിയാൽ അവൻ യേശുവിനെ വിറ്റെന്നർത്ഥം, സുവിശേഷം വിറ്റെന്നർത്ഥം, ഈ വചനം വിറ്റെന്നർത്ഥം. എന്നാൽ ദൈവം അവനെ ഐശ്വര്യമായി അത്ഭുതകരമായി നടത്തുകയും ചെയ്യും. എന്നാൽ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി അതിനകത്തിരുന്നേച്ച് ഒത്തിരി ബാങ്ക് ബാലൻസ് ഇരുന്നേച്ച് നമ്മൾ പാടി പ്രസംഗിക്കാണ്, വിശ്വാസ ജീവിത പാടകിൽ ഞാൻ. നിനക്കെന്തോ വിശ്വാസം? നിനക്കെന്തോ വിശ്വാസ ജീവിതം? കാരണം നിന്റെ ബാങ്കിൽ ആവശ്യം പോലെ പൈസയുണ്ട്. നീ അത് വെച്ചുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. അതില്ലാത്തവൻ പാടട്ടെ, വിശ്വാസത്തോട് ജീവിക്കുന്നവൻ പാടട്ടെ, അവൻ പ്രസംഗിക്കട്ടെ. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ വെളിപ്പെടുത്തണം, ഞാനൊരു പാപിയാണെന്ന്, ഞാനൊരു അശുദ്ധനാണെന്ന്, ഞാനൊരു തെറ്റുകാരനാണെന്ന്, എനിക്ക് കുറവുണ്ടെന്ന് ബോധ്യമുള്ളവനായി മാറണം. അത് വെളിപ്പെടുത്തണം. എങ്കിലേ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ, രക്ഷയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇതായിരുന്നു ഇവൻ ദേഷ്യപ്പെടാൻ കാരണം. യോർദാനിൽ പോയി മുങ്ങുക എന്ന് പറഞ്ഞാൽ, വസ്ത്രമെല്ലാം ഊരിയച്ചിറങ്ങി മുങ്ങുക എന്ന് പറഞ്ഞാൽ വിഷയം നാട്ടുകാരറിയും. ഞാൻ പാപിയാണെന്നറിയും, ഞാൻ അശുദ്ധനാണെന്നറിയും. പക്ഷേ അവൻ അനുസരിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിലെ ഇതാ വിഷയം. യോർദാൻ എന്ന് പറയുന്നത് രോഗസൗഖ്യദായക ശക്തിയുള്ള ഇടമൊന്നുമല്ല. അത് ഇസ്രായേലിലും അറിയാം, ശമരിയയിലും അറിയാം, എല്ലാവർക്കും അറിയാം. അത് സാധാരണ ഒരു നദിയാണ്, കലങ്ങി മറിയുന്ന ഒരു നദിയാണ്. അവിടെ പ്രത്യേകമായ കൃപകളൊന്നും അതിനകത്ത് വ്യാപരിക്കുന്നില്ല. അതിനകത്ത് ഇറങ്ങിയവരൊന്നും സൗഖ്യമായിട്ടില്ല. ഇതൊരു അനുസരണമാണ്. ഇത് പ്രവാചകനെ അനുസരിക്കുന്നതിന്റെ ഒരു അടയാളമാണ്. ഇവൻ അത് മനസ്സിലാക്കി അത് അനുസരിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നു, അവൻ ആ കുളത്തിൽ ഇറങ്ങി. ഒരു പ്രാവശ്യം മുങ്ങിക്കേറി, നടന്നില്ല. 2ആയി 3ആയി, അതെല്ലാം അനുസരണം. 7 എന്ന് പറയുന്ന ഒരു അനുസരണമാണ്. 7 പ്രാവശ്യം അവൻ മുങ്ങി. 7ാമത്തെ പ്രാവശ്യം അവൻ കയറിയപ്പോൾ ഒരു ശിശുവിന്റെ അതേ ശരീരം പോലെ ശുദ്ധമായി തീർന്നു. അവൻ സൗഖ്യമുള്ളവനായി. അനുസരണമാണ് വിഷയം. എങ്കിലും എന്ന അനുഭവം മാറണമെങ്കിൽ ഇനി ആരും പറയില്ല മഹാനും മാന്യനും പരാക്രമശാലിയായ അവൻ എങ്കിലും അവൻ കുഷ്ഠരോഗിയാണെന്ന് ഇനി ആരും പറയില്ല, ഇനി ആരും എഴുതില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അനുസരണമാണ് നിന്റെ എങ്കിലും എന്ന ആ നെഗറ്റീവ് അനുഭവങ്ങളെ മാറ്റി മറിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രവാചകനെ അനുസരിക്കുക, യേശുവിനെ അനുസരിക്കുക, വചനം അനുസരിക്കുക. നീ മടങ്ങി യേശുവിന്റെ സന്നിധിയിലേക്ക് വരിക. ജീവിതത്തിൽ പുറത്തുള്ള സന്തോഷം അകത്തും അതേപോലെ വ്യാപരിക്കണമെങ്കിൽ, മറച്ചു പിടിക്കാതെ നടക്കണമെങ്കിൽ, തുറന്ന പുസ്തകമായി മാറണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അനുസരിക്കുക, വചനം അനുസരിക്കുക, യേശുവിനെ അനുസരിക്കുക. അനുസരിക്കുന്നവന് മറച്ചു പിടിക്കേണ്ട കാര്യമില്ല. അവൻ പുറത്തും സന്തോഷിക്കും, അകത്തും സന്തോഷിക്കും. ഇവന്റെ ശരീരം ശുദ്ധമായി മാറി സന്തോഷത്തോട്. ഇപ്പോൾ പഴയതുപോലെ പടച്ചട്ട കഴുത്ത് വരെ, ബട്ടൺസ് കഴുത്ത് വരെ ഇടുന്നില്ല. കാര്യം എന്താ? എന്തിനാ കഴുത്ത് വരെ മറച്ചു പിടിച്ചത്?
അതിനകത്തുള്ള കുഷ്ഠരോഗം, പടർന്നു പിടിക്കുന്ന കുഷ്ഠരോഗം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അവൻ ബട്ടൺസ് തുറന്നിട്ടു. ഇല്ല, ഇനി എനിക്ക് മറച്ചു പിടിക്കാനില്ല. അവൻ മടങ്ങി വന്നു, പ്രവാചകന്റെ അടുക്കൽ മടങ്ങി വന്ന് ഈ 10 താലന്ത് വെള്ളിയും 6000 ശെക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പ്രവാചകന്റെ മുൻപിൽ വെച്ചു. പ്രവാചകൻ പറഞ്ഞു, എന്താ ഇത് അങ്ങേക്കുള്ള ഉപകാരമാണ്. ഞാൻ പലയിടങ്ങളിൽ പോയി ഒത്തിരി പണം ചെലവഴിച്ചിട്ടുണ്ട്, അവർക്ക് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിലൂടെ സൗഖ്യം വന്നിട്ടില്ല. എന്നാൽ അങ്ങ് എന്നെ തൊട്ടില്ല. അങ്ങ് നിസ്സാരമായ ഒരു കാര്യമാണ്, വളരെ ശക്തമായ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല, വലിയ കാര്യം ചെയ്യാൻ പറഞ്ഞില്ല. പറഞ്ഞാലെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ അതൊന്നും പറയാതെ അങ്ങനെ നിസ്സാരമായി പറഞ്ഞ ഒരു അനുസരണം അതിലേക്ക് ഞാൻ നടന്നെടുത്തപ്പോൾ, ആ അനുസരണത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ദൈവദാസനെ. അതുകൊണ്ട് ദൈവദാസനാണ് ഇതെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പ്രവാചകൻ അത് നിരസിച്ചു. ഇത് ദൈവത്താൽ നടന്ന കാര്യമാണ്, ഇത് പണം കൊണ്ട് നേടുന്ന കാര്യമല്ല. എന്നെ കേൾക്കുന്ന ഇന്നത്തെ പുരോഹിതന്മാർ, ഇന്നത്തെ പാസ്റ്റർമാരും പ്രവാചകന്മാരും പഠിക്കേണ്ട ഒരു പാഠം അതാണ്. ദൈവത്തിന്റെ കൃപാവരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രാർത്ഥനയ്ക്ക് പോലും പണം വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രസംഗത്തിന്റെ പേരിൽ പണം കൈക്കലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പോക്കറ്റ് നിറയ്ക്കുവാൻ മുൻപിലുള്ള പോക്കറ്റ് നോക്കി പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗേഹസിയുടെ ആത്മാവ് വ്യാപരിക്കുന്നു. ഇവൻ തിരസ്കരിച്ചു, വേണ്ട എന്ന് പറഞ്ഞു, അത് മടക്കി അയച്ചു. മടങ്ങിപ്പോകുന്ന വഴിയാത്രയിൽ ഈ പ്രവാചകന്റെ ദാസനായ ഗേഹസി രഥത്തിന്റെ പുറകെ ഓടിയിട്ട് പറഞ്ഞു, ഇനി തന്നേരേ. പ്രവാചകൻ ആവശ്യം വരും, പുള്ളി അങ്ങനെ വാങ്ങിക്കാറില്ല, എന്നെ കൊണ്ടാ വാങ്ങിപ്പിക്കാറുള്ളത്, ഇനി തന്നേരെ എന്ന് പറഞ്ഞു. അത് വാങ്ങിച്ച് കയ്യിൽ വെച്ച ആ സെക്കൻഡിൽ അവൻ കുഷ്ഠരോഗിയായി മാറി. ദൈവത്തിന് വേണ്ടാത്ത പണം കൈക്കലാക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അകലുന്നവനായി മാറുകയാണ്, ദൈവിക സൗഖ്യത്തിൽ നിന്ന് അകലുന്നവനായി മാറുകയാണ്. ലോകത്തിന്റെ കുഷ്ഠം അവന്റെ മേൽ വ്യാപരിക്കുകയാണ്. ശക്തമായും വ്യക്തമായും പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, യേശുവിന് വേണ്ടാത്ത പലതും, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, കസേരകൾ, പണം, പദവി, പ്രശസ്തി, ഇത് കൈക്കലാക്കുന്ന ഒരുവനും യേശുവിൻ്റെതല്ല, അവൻ ലോകത്തിൻ്റെതായി മാറുകയാണ്. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി, ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി എന്ന് പാടിയ ഒരു തലമുറ, ലോകത്തിന്റെ പേരെനിക്ക് എന്തിനാന്ന് പാടിയ തലമുറ എന്നാൽ ഇന്ന് നേരെ തിരിച്ച് സഭയ്ക്കകത്തേക്ക് ലോകം കയറി. എങ്കിലും എന്ന പദം സഭയ്ക്കകത്തേക്ക് വ്യാപരിച്ചു. ജീവനുള്ളവർ എന്ന പേരുണ്ടെങ്കിലും, ഇസ്രായേൽ എന്ന പേരുണ്ടെങ്കിലും, ദൈവത്തിന്റെ ജനമെന്ന പേരുണ്ടെങ്കിലും ഇല്ല, ദൈവത്തിന്റെ ആ പദവി നഷ്ടപ്പെട്ടു, പ്രസാദം നഷ്ടപ്പെട്ടു, മരുഭൂമിയിൽ പട്ടുപോയി, മരിച്ചവരായി മാറി. ഇവിടെ ഈ മനുഷ്യൻ കണ്ടോ, ഇപ്പോൾ ഭവനത്തിനകത്ത് സന്തോഷം, പുറത്തും സന്തോഷം. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഒരേ ആത്മീയാഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും ക്രിസ്തു എന്ന പാറയിൽ നല്ല കുടിച്ചത്. എങ്കിലും അവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാനിത് ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തുകൊണ്ടാണ് എങ്കിലും ഇതെല്ലാം അനുഭവിച്ച്, ഇത്രയും അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരെങ്കിലും, ദൈവം നടത്തിയവരെങ്കിലും, ദൈവ സാന്നിധ്യം അനുഭവിച്ചവരെങ്കിലും, സ്നാനപ്പെട്ടവരെങ്കിലും, യേശു ക്രിസ്തുവിനോട് ചേർന്നവരെങ്കിലും, ആ പാറ ക്രിസ്തുവായിരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചവരെങ്കിലും അവരെ നിഷ്കരണം മരുഭൂമിയിൽ അവസാനിപ്പിച്ചു. അതിന് കാരണം ഒന്ന്, അവർ ദുർമോഹികളായി മാറി. ദുർമോഹികളായി മാറി. അവർ ദൈവത്തെ വിട്ട് മറ്റു പലതിലേക്കും അവരുടെ ശ്രദ്ധ പോയി. പെന്തക്കോസ്ത് സമൂഹമേ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ലോകം അകത്ത് കയറി. ലോകം കാണിക്കുന്ന എല്ലാ മ്ലേച്ഛതകളും അതുപോലെ കാണിക്കാൻ തുടങ്ങി. നാമധേയ ക്രൈസ്തവ സമൂഹം കാണിക്കുന്ന അതേ പരിപാടികൾ പെന്തക്കോസ്തുകാരും കാണിക്കാൻ തുടങ്ങി. പദവികൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി എല്ലാം കടിപിടി കൂടുന്ന, രാഷ്ട്രീയക്കാരെ പോലും ലജ്ജിപ്പിക്കുമാർ കടിപിടി കൂടുന്ന, കേസ് കൊടുക്കുന്ന, തമ്മിൽ അധികാരങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആൾക്കാരായി മാറി. വ്യത്യാസമില്ലാതെയായി മാറി. ലോകമകത്തു കയറി. എന്താണ് ആ സമൂഹത്തിന് പറ്റിയത്? അവർ ദുർമോഹികളായി മാറി. എങ്ങനെയാ ദുർമോഹികളായി മാറി? രണ്ടാമത് അവർ വിഗ്രഹാരാധികളായി മാറി.
ഒരു വിഗ്രഹവുമില്ലാത്ത പ്രമാണമുള്ള നമ്മൾ വിഗ്രഹാരാധികളായി മാറി. ഈ ഇസ്രായേൽ ജനം വിഗ്രഹാരാധികളായി മാറി. എങ്ങനെയാണെന്നറിയാമോ? അവിടെ അവർ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു. ഇപ്പൊ അതേ ഉള്ള പരിപാടി. ഏതാ? കാര്യസാധ്യം ആരുടെ അടുക്ക പോയാൽ കിട്ടും, ആരുടെ അടുക്കലാണേലും പോകും. അതിപ്പം വചനം പ്രസംഗിക്കുന്നവരാണെങ്കിലും സത്യവചനം പ്രസംഗിക്കുന്നവരാണെങ്കിലും അതല്ല ദുരുപദേശം പ്രസംഗിക്കുന്നവരാണെങ്കിലും അതൊന്നും ഒരു വിഷയമേ അല്ല. വീഴ്ത്തുന്നവരാണെങ്കിലും തുള്ളിക്കുന്നവരാണെങ്കിലും അതൊന്നും വിഷയമേ അല്ല. തിരിച്ചറിവില്ല. തള്ളിയിടുന്നവരാണെങ്കിലും വിഷയമല്ല. കാര്യം സാധിക്കണം. എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവര് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. ഓടുക. കാര്യം എന്താ? തിന്നാനും കുടിക്കാനും ഉള്ളത് മതി. നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടു. ഇപ്പം ജനം മരുഭൂമിയിലൂടെ ദൈവം നടത്തിക്കൊണ്ട് പോവുക. അത്ഭുതങ്ങളിലൂടെ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത്, മഞ്ഞ കൊടുത്ത്, കാടപ്പക്ഷി കൊടുത്ത്, എല്ലാം കൊടുത്ത് നടത്തിക്കൊണ്ട് പോയി. എന്തിനാണെന്നറിയാമോ? അക്കരെ എത്തിക്കാനാ. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുക ദൈവം. പക്ഷെ ജനം ഇപ്പൊ തിന്നാനും കുടിപ്പാനും ഇരിക്കുക. അവർക്കിപ്പോ ആരാധിച്ച് മുൻപോട്ട് പോകാന്നുള്ളതല്ല, തിന്നയും കുടിക്കുകയും വേണം. ഇപ്പൊ ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ. തിന്നാനും കുടിപ്പാനും ഇരുന്നു. അടുത്തത് വിനോദങ്ങളിൽ ഏർപ്പെട്ടു, കളിപ്പാൻ. ഇപ്പൊ വിനോദങ്ങളാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അല്ല, ഇപ്പൊ വിനോദങ്ങളൊക്കെ സഭയ്ക്കകത്ത് കയറിയിരിക്കുക. ആരാധന എന്താ, കളിക്കളം എന്താന്നൊരു തിരിച്ചറിവില്ലാത്ത വിഡ്ഢികളാക്കി മാറി പെന്തക്കോസുകാര്. പള്ളിക്കളം കളിക്കളമായി മാറി, കോർട്ടുകളായി മാറി. ആരാധനയും ബാഡ്മിന്റനും ഷട്ടിലും വോളിബോളും ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരാധന ഏതാ, വോളിബോൾ തന്നെ അറിയില്ല. എല്ലാം ഒന്നായി മാറി. സുവിശേഷ യോഗം ഏതാ, കളിക്കളം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വിഡ്ഢികളായി മാറി, പോഷന്മാരായി മാറി. പാസ്റ്റർമാർ ഒന്നും മിണ്ടില്ല. കാരണം അടുത്ത ആഴ്ച അവിടെ തെറിക്കും. മിണ്ടിയാൽ പിള്ളേർ പോവും. പക്ഷെ ഇവിടെ പുസ്തകം പറയുന്നു, ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം വീട്ടിൽ പോയി വായിക്കണം. അവർ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അപ്പോൾ കളിക്കളമായി മാറിയാൽ അത് വിഗ്രഹാരാധനയാണ്. എനിക്ക് ഗ്രീക്ക് അറിയില്ല, ഹീബ്രു അറിയില്ല, പുസ്തകം അറിയാം. പുസ്തകത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്ന ബോധ്യമുണ്ട്, അതാ പ്രസംഗിക്കുന്നത്. തിന്നാനും കുടിപ്പാനും എഴുന്നേറ്റു, കളിപ്പാനും അവർ എഴുന്നേറ്റു. തിന്നുക, കുടിക്കുക, കളിക്കുക. ഇത് വിഗ്രഹാരാധനയാണ്. ദൈവത്തെങ്കിലേക്ക് വരേണ്ടവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്താ വഴിയിൽ പട്ടുപോകാൻ കാരണം, മരുഭൂമിയിൽ അവസാനിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ദുർമോഹം. ദൈവത്തെക്കാൾ, ദൈവം തരുന്ന നിത്യജീവനേക്കാൾ അതിനപ്പുറമായി ഇവിടെയുള്ള ഭൗതിക നന്മകളെ ബേസ് ചെയ്ത് മുൻപോട്ട് ആത്മീയം കൊണ്ടുപോയാൽ അത് ദുർമോഹമാണ്. ഇവിടെ തിന്നാനും കുടിപ്പാനും ഉണ്ടെങ്കിൽ അത് മതി, അത് ദൈവം തരും, അതേക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട എന്ന ശിഷ്യന്മാരോട് യേശു പഠിപ്പിച്ചത്. കാക്കയെ നോക്ക്, അതിന്റെ തലമുറയെ നോക്ക്, അതിന്റെ ആഹാരം കൊടുക്കാൻ ഞാൻ കഴിവുള്ളവനല്ലേ, അത് ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് അതിനേക്കാൾ വിശേഷത ഉള്ളവരല്ലേ നിങ്ങൾ, ഭാരപ്പെടണ്ട എന്നാ പറഞ്ഞത്. താമരയെ നോക്ക്, അതിന്റെ സൗന്ദര്യം നോക്ക്, അതിനാ സൗന്ദര്യം കൊടുക്കുന്ന ഞാൻ നിങ്ങൾക്ക് സൗന്ദര്യം തരാൻ മതിയായവനല്ലേ, അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകണ്ട എന്നാ പറഞ്ഞത്. ഒന്ന് ദുർമോഹികളായി, രണ്ട് വിഗ്രഹാരാധികളായി, മൂന്ന് പരസംഗം ചെയ്തു, നാല് ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് അയാൾ എന്ത് പ്രസംഗിച്ചാലും ഇങ്ങനെ പ്രസംഗിക്കുള്ളൂ. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ദൈവത്തെ പരീക്ഷിക്കുക, വചനത്തോടാ കളിക്കുന്നത്. അതിപ്പോ അയാൾക്ക് അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിക്കുക, തകരുക കുടുംബം, തകർന്ന് തരിപ്പണമാകുക കുടുംബം, തലമുറകൾ തകർന്നു പോവുക, പിറുപിറുക്കുക. ഇത് ഈ അഞ്ചുകൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, പരീക്ഷിക്കുക, ദൈവത്തെ പിറുപിറുക്കുകയാണ്. ഇതുകൊണ്ട് എന്തു പറ്റി? പട്ടുപോയി മരുഭൂമിയിൽ. പാടിയവരാണ്, ആരാധിച്ചവരാണ്, തുള്ളിയവരാണ്, ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞവരാണ്, ദൈവമാണ് ഞങ്ങളെ നടത്തിയെന്ന് പറഞ്ഞ, ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞവരാണ്. പക്ഷേ അങ്ങെത്തിയില്ല, അവസാനിപ്പിച്ചു ദൈവം. എങ്കിലും മടങ്ങി വരാൻ ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമായി അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കണം തന്നെ, മടങ്ങി വരുവാൻ. എങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. അവസാനമായി സന്ദേശത്തിലെ സഭയോട് പറയുകയാണ്, ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും
നിങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നിങ്ങളുടെ പാട്ടല്ല, നിങ്ങളുടെ പാട്ട് ഞാൻ കാണുന്നു, നിങ്ങളുടെ ആരാധന ഞാൻ കാണുന്നു, നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ പള്ളിപ്പണി ഞാൻ കാണുന്നു, നിങ്ങളുടെ പ്രവൃത്തിയെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ജീവനുള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാം ശവങ്ങളാണ്. ശവം കിടന്ന് കൈയടിക്കുന്നു, ശവം കിടന്ന് പാടുന്നു, ശവം പ്രസംഗിക്കുന്നു, കുറെ ശവങ്ങൾ കിടന്ന് ശവങ്ങളെ പോലെ ദൈവം സ്വർഗം നോക്കുമ്പോൾ അങ്ങനെയാ കാണുന്നത്. സർദിസിലെ സഭയെ നോക്കുമ്പോൾ, സർദിസിലെ സഭയെ നോക്കുമ്പോൾ കാണുന്നത് ശവങ്ങളെ പോലെയാണ്, ജീവനുള്ളതായിട്ട് കാണുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ ജീവനുള്ളതായി കണ്ടില്ലെങ്കിൽ നമ്മൾ വീടിന് പുറത്താണ്. അതാണ് യേശു പറഞ്ഞ ദൃഷ്ടാന്തം. അതായിരുന്നു, 2 പുത്രന്മാരിൽ ഒരു പുത്രൻ എല്ലാം വാങ്ങിച്ച്, അവകാശങ്ങളെല്ലാം വാങ്ങിച്ച്, അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച് അവൻ വീടിന് പുറത്തുപോയി, അപ്പന്റെ പ്രമാണത്തിന് പുറത്തുപോയി. അവരെ കുറിച്ച് അപ്പൻ പറഞ്ഞത് അവൻ മരിച്ചവനാണ്. അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്തവരാണ് സഭയ്ക്കകത്തെങ്കിൽ നമ്മൾ സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് പുറത്താണ്. അപ്പന്റെ പ്രമാണത്തിൽ നിന്ന് പുറത്താണ്, അപ്പന്റെ വീട്ടിൽ നിന്ന് പുറത്താണ്. സർദിസിലെ സഭയെ കുറിച്ച് പറയുന്നത്, ജീവനുള്ളവെന്ന് പേരുണ്ടെങ്കിലും അവർ മരിച്ചവരാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ ജീവൻ പ്രാപിക്കുവാൻ. ആ മുടിയൻ പുത്രൻ നമ്മൾ പറയുന്ന ആ കൊച്ച്, ആ ഇളയ പൈതൽ മടങ്ങി അപ്പന്റെ ഭവനത്തിലേക്ക് വന്നു കയറിയപ്പോൾ അവൻ ജീവനുള്ളവനായി മാറിയതുപോലെ അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ, ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൂടെ ഞാൻ പറയട്ടെ, അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, മടങ്ങി യേശു ക്രിസ്തുവിലേക്ക് വാ, മടങ്ങി ദൈവ സ്വഭാവത്തിലേക്ക് വാ, മടങ്ങി ഈ ശക്തിയുള്ള വചനത്തിലേക്ക് വാ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എങ്കിൽ എന്ന പദത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. ജീവനുള്ളവൻ എന്ന പേരിന് അർഹമായി തീരും. യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരെന്ന പേരിന് അർഹമായി തീരും. ദൈവ പൈതൽ എന്ന പദത്തിന് അർഹമായി തീരും. മരുഭൂമിയിലെ സഭ എന്ന പദത്തിന് അർഹമായി തീരും. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. എല്ലാറ്റിനും കൈവിട്ടുന്ന, ഏത് വചനം പറഞ്ഞാലും കൈവിട്ടുന്ന, സത്യവചനം പറഞ്ഞാലും ദുർപദേശം പറഞ്ഞാലും ഒരേപോലെ സ്വീകരിക്കുന്ന ഹല്ലേലൂയ മന്ദബുദ്ധികളായി മാറാതെ, ഗലാത്യരേ മന്ദബുദ്ധികളെ എന്ന് പൗലോസ് വിളിച്ചത് ചുമ്മാതെയല്ല. കാരണം നിങ്ങളെ വശീകരിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ യേശുവിന്റെ പുറകെയല്ല, നിങ്ങൾ ഭൗതികത്തിന്റെ പുറകെയാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയാണ്, ദുർമോഹത്തിന്റെ പുറകിലാണ്. മടങ്ങി വരുവാൻ, വിഗ്രഹാരാധനയുടെ പുറകിലാണ്. മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിയട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും, ലോകം പറയാണെങ്കിലും സ്വർഗം പറയാണെങ്കിലും, ആ നയമാൻ മഹാനും മാന്യനും പരാക്രമശാലിയാണെങ്കിലും അവൻ കുഷ്ഠരോഗിയാണ്. ഇഫ്താഹ് പരാക്രമശാലിയാണെങ്കിലും അവൻ വേശ്യാപുത്രനാണ്. ആ മരുഭൂമിയിലെ സഭ ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചവരാണെങ്കിലും അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇതാ ഹല്ലേലൂയ, സർദിസിലെ സഭയോട് പറഞ്ഞു, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. നമുക്ക് ആ രണ്ടാമത്തെ എങ്കിലും എന്ന പദത്തിലേക്ക് പോകാതെ മടങ്ങി ഒന്നാം പദത്തിൽ നിൽക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാ, അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ലോകത്ത് അനവധി പ്രശ്നങ്ങൾ, അനവധി ലോക സംഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഒറ്റ നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ഒരു ദേശം മാറ്റപ്പെടുന്ന അനുഭവങ്ങൾ, കട്ടിലിൽ കിടന്നവൻ 14 കിലോമീറ്റർ അപ്പുറത്ത് ഒഴുകി നടക്കുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങളെ കേൾപ്പിക്കുമ്പോൾ കർത്താവ്, ഈ ലോകമൊന്നും ശാശ്വതമല്ല, ഒറ്റ സെക്കൻഡ് മതി എല്ലാം മാറി മറിയാനുള്ള ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തോട് അനുസരണം കാണിച്ച് മുൻപോട്ട് പോകുവാൻ, നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ, ഇന്ന് അവസാനിച്ചാൽ കർത്താവിനോടുകൂടെ വസിക്കുവാനുള്ള അവസരമാക്കി ജീവിതത്തെ മാറ്റുവാൻ കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. കുറുവളെ കർത്താവ് ക്ഷമിക്കണമേ. ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളുടെ ജീവിതത്തോട് ഇടപെട്ടൊരു രൂപാന്തരം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഒരുമിച്ച് താഴ്ത്തുന്നു. പ്രാർത്ഥനകർത്തനായി സ്തോത്രം. മുഴുമഹത്വം യേശു കർത്താവിന് മാത്രം. പ്രാർത്ഥനകർത്തനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.